പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. ഗൾഫിൽ ഒന്നാം തരം ജോലി ചെയ്ത് സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് യഥാർത്ഥമായ അർത്ഥമെന്തെന്ന് പോലും അറിയാതെ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു വണ്ടി ആക്സിഡന്റ്, ആ ആക്സിഡന്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം കടന്നു ചെല്ലുവാനും, തൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു, ഏത് രീതിയിലും താൻ ഒരുപക്ഷെ ജയിലിലടക്കപ്പെടാം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ തമ്പുരാൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തെ മറ്റൊന്നിലേക്ക് നയിച്ചു. ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ വളരുമ്പോൾ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് വിരിയുന്നത്, അത് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ഗൾഫിൽ നിന്നും തിരിച്ച് നാട്ടിൽ വന്ന ശേഷം അവിടെ കിട്ടിയ ദൈവാനുഭവത്തെ പ്രാർത്ഥനയിലൂടെയും ധ്യാനങ്ങളിലൂടെയൊക്കെ വളർത്തിയെടുത്തെങ്കിലും കർത്താവ് ചില വ്യക്തികളിലേക്ക് തൻ്റെ കൃപാസമൃദ്ധമായി വർഷിക്കപ്പെടുമ്പോൾ ആ കൃപ പ്രത്യേകമായ രീതിയിൽ പ്രകടമാകാറുണ്ട്. ഇവിടെ ഇതാ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി കടന്നു ചെന്ന അദ്ദേഹം മദ്യപിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ് പലപ്പോഴും. എന്നാൽ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ മദ്യപിക്കുകയില്ലെന്ന് മാത്രമല്ല, ബാർ ഹോട്ടലുകളിലേക്കും മദ്യശാലകളിലേക്കും ഓട്ടോറിക്ഷ ഓടിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുവാൻ 100-ൽ പരം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പ്രചോദനം അരുളിക്കൊണ്ട് അവരുടെ കൂട്ടായ്മ വളരെ ശക്തമായി തുടങ്ങി വയ്ക്കുകയും അക്കൂട്ടത്തിൽ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ആമ്പലിലുള്ള ഷാജു, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. തിരുവചനം ഉണർത്തുപാട്ടായപ്പോൾ കർത്താവിൻ്റെ വയലേലകളിൽ ധീരമായി സാക്ഷ്യം വഹിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് നാം ഇന്ന് കടന്നു ചെല്ലുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളായ 100ഓളം പേരുടെ കൂട്ടായ്മയായ ഈ പ്രവർത്തന മണ്ഡലം ഇന്ന് തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്ത് വരാക്കരയിലും പരിസരങ്ങളിലും അനേകം ശുശ്രൂഷകൾ പങ്കുവയ്ക്കുന്നു. തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണം നൽകിയും അഗതി മന്ദിരങ്ങളിൽ സേവനം ചെയ്തും മദ്യപാനത്തിൽ അകപ്പെട്ട് ജീവിതം നശിപ്പിക്കപ്പെട്ട കുടുംബങ്ങളിലേക്ക് സുവിശേഷ ദീപം പകർന്നും ഇവർ ഈ നാടിന് വെളിച്ചമേകുന്നു. ഈ കൂട്ടായ്മയുടെ തുടക്കക്കാരനും മുൻനിര പ്രവർത്തകനുമായ ഷാജു പുളിക്കൻ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു. ഇതിനോടകം നിത്യജീവന്റെ പാതയിലെ പല വ്യക്തികളെയും ഷാജു തന്നെ കണ്ടു കാണുമല്ലോ. ആ നിത്യജീവന്റെ പാതയിലേക്ക് ഇന്ന് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാജുവിൻ്റെ ജീവിതത്തിലെ തമ്പുരാൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ഇദ്ദേഹത്തിലൂടെ ഓരോ വ്യക്തിയിലും കർത്താവ് കടന്നു വരുമ്പോഴേ അവരായിരിക്കും ഒരു യൂണിക് പേഴ്സണാണ്. നമ്മളൊക്കെ ഓരോരുത്തരും അനന്യരാണ്. അതുകൊണ്ട് തന്നെ അനന്യമായ ചില രീതികളാണ് കാണുന്നത്. ഇന്ന് ഇദ്ദേഹത്തിലൂടെയാണ് ഷാലോം പ്രേക്ഷകർ കർത്താവിൻ്റെ അനന്യമായ ഇടപെടൽ കാണാൻ പോകുന്നത്. നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. അപ്പോൾ ഷാജുവിനെ തന്നെ ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകരെ? എൻ്റെ വീട് തൃശ്ശൂരിനടുത്ത് ആമ്പല്ലൂർ വരാക്കര എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്, മകളുണ്ട്. ഭാര്യയുടെ പേര് ഫ്ലവർ ഷാജു, മകൻ്റെ പേര് കെവിൻ ഷാജു, മകളുടെ പേര് മരിയ ഷാജു. മക്കളൊക്കെ എവിടം വരെ എത്തി? മകൻ പഠിക്കുന്നത് +2 പഠിക്കുന്നു പള്ളിക്കുന്ന് സ്കൂളിൽ, മകള് 10ൽ പഠിക്കുന്നു മണ്ണമ്പട്ട സ്കൂളിൽ. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, ഭാര്യ ഹൗസ് വൈഫ്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒരുമിച്ച് കൂട്ടി അവരെ സുവിശേഷാത്മകമായി സംഘടിപ്പിക്കുക എന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഷാജു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ദൈവാനുഭവം ഉണ്ടായി കാണുമല്ലോ. അതിനു മുമ്പുള്ള ജീവിതത്തിന്റെ ഏത് രീതിയിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പങ്കുവയ്ക്കാമോ? ഞാനൊരു 97 കാലഘട്ടത്തിലൊക്കെ ദുബായിലായിരുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ നല്ലവണ്ണം മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു അപകടം പറ്റി ഞാൻ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലകപ്പെട്ടു. അങ്ങനെ എൻ്റെ ലൈസൻസൊക്കെ വാങ്ങിച്ചു വെച്ചു. അത് കേസെടുത്തു. ഞാൻ അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനി മദ്യപിക്കില്ല എന്നും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നും പ്രാർത്ഥിക്കുന്നൊക്കെ തീരുമാനമെടുത്തു. അതൊരു വൈകുന്നേരം ആയപ്പോഴേക്കും കമ്പനി തന്നെ എല്ലാ നഷ്ടങ്ങളും വഹിച്ച് എന്നെ റിലീസ് ചെയ്യാൻ ഓർഡർ ഇട്ടു. ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു.
അധികം വൈകാതെ നാട്ടിൽ വന്നു. ഞാൻ ഈ മദ്യത്തിനെതിരെ പ്രവർത്തിക്കാനൊരു തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ വന്നു പെട്ടത്. ശരി. അപ്പൊ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം എങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത്? തുടക്കം എങ്ങനെയാ? തുടക്കം ഞാൻ കുറേ കാലം നാട്ടിൽ വേറെ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു. ആദ്യം എനിക്ക് ബസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞാൻ ഓട്ടോറിക്ഷ പഠിച്ചു. ഓട്ടോറിക്ഷ പഠിച്ചപ്പോൾ ബസ് ഞാനൊരു കുറച്ച് കാലങ്ങളായിട്ട് ആത്മീയമായിട്ട് കപ്പുച്ചൻ ആശ്രമത്തിൽ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ബസ് വിറ്റ് കളയാൻ പറഞ്ഞു. ബസ് വേണ്ട. അപ്പോൾ ഞാൻ ബസ് വിറ്റ് കളഞ്ഞു. പിന്നെ ഞാൻ ഓട്ടോറിക്ഷ വാങ്ങിച്ചു. ഓട്ടോറിക്ഷ വാങ്ങിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത ഇടവകയാണ് പള്ളിക്കുന്ന് ഇടവക. ആ അടുത്തുള്ള വികാരിച്ചൻ പറഞ്ഞതിനോട് നീ അവിടെ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ അച്ഛനനുസരിച്ചിട്ട് ഞാൻ അവിടെ വണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വൈകുന്നേരമായ എല്ലാ വണ്ടികളും ബാറിലേക്കാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. അതുപോലെ എൻ്റെ വണ്ടിയും വിളിച്ചു. അപ്പം ഞാൻ ഒരു തീരുമാനമെടുത്തു, ബാറിലേക്ക് എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ട് ഞാൻ അവിടെ ഓടിക്കില്ല എന്ന് തീരുമാനിച്ചു. അവിടെ ബാറിലേക്ക് പോകാത്ത ഒരു ഡ്രൈവർ ആകിണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെയുള്ള 10-50 ഡ്രൈവർമാരിൽ പലരോടും പറഞ്ഞു, ബാറിലേക്ക് പോയി നമ്മൾ ആ പൈസ കൊണ്ട് നമ്മുടെ കുടുംബത്തേക്ക് പോരുത്, മറ്റൊരു വ്യക്തി നശിക്കാൻ നമ്മൾ ഇടവരുത്തരുത്, അതിനെതിരെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് 1-2 പേരെ വിളിച്ചു കൂട്ടി. അങ്ങനെ 5 വർഷം മുമ്പ് പള്ളിയിൽ വികാരിച്ചൻ്റെ പെർമിഷനോടെ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. ആഴ്ചയിൽ ആദ്യം വിളിക്കുമ്പോൾ ഇവർക്ക് ഒത്തിരി ലാഭമുള്ള പരിപാടിയല്ലേ ഈ ബാറിലേക്ക് പോകുക എന്ന് പറയുന്നത്? 2 കാര്യങ്ങളാണല്ലോ. ഒന്ന്, ബാറിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ കൂടുതൽ കാശ് കൊടുക്കും ഇവർക്ക്. രണ്ടാമത്, ഇത്തിരി മദ്യം അവർക്കും കിട്ടും. അപ്പൊ അത് അവർക്ക് ഒരു നഷ്ടം തോന്നിച്ചില്ലേ? അവർക്ക് നഷ്ടം തോന്നിക്കുകയെന്ന് വെച്ചാൽ എന്നെ മുൻപ് അറിഞ്ഞിരുന്ന പല വ്യക്തികളും അവിടെ ഡ്രൈവർമാരായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥനാബോധത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ആദ്യം 1-2 ഡ്രൈവർമാർ വന്നു. പിന്നെ അങ്ങനെ അവരുടെ കൂടെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ 2 ആൾ 3 ആൾ 4 ആൾ 5 ആൾ അങ്ങനെ ഇപ്പോൾ ഒരു 10-25 പേര് ഡ്രൈവർമാരുണ്ട്. ഈ മദ്യത്തിനെതിരെ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ടീമുണ്ട്. ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവര് ആളുകളെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോകും. മദ്യപാനികളെ അവർ നല്ല ഒരു ബോധ്യങ്ങൾ കൊടുക്കും. മദ്യപിക്കരുത്, ഞങ്ങളൊക്കെ മദ്യം ഉപേക്ഷിച്ച് ഇപ്പോൾ രക്ഷപ്പെട്ട് ജീവിക്കുകയാണ്. അങ്ങനെ മദ്യപാന ധ്യാനത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ അവർ അവരുടെ വണ്ടി ഫ്രീ ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരുടെ മദ്യപാനികൾ വന്നാൽ ഇപ്പോൾ ഒരാൾ മദ്യപിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കയറ്റത്തില്ല? ഇവരാരും വണ്ടി കയറ്റത്തില്ല? ഇല്ല, ഈ ഡ്രൈവർമാരും വണ്ടി കയറ്റത്തില്ല. യാദൃശ്യമായിട്ട് വണ്ടിയിൽ കയറി അവിടെ ഇറക്കി വിടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നല്ലാണ്ട് ഇതിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആരും മദ്യപാനികളെ വണ്ടി കയറ്റി ബാറിലേക്ക് കൊണ്ടുപോയില്ല. അങ്ങനെ ഉറച്ചൊരു തീരുമാനത്തെ വ്യക്തികളാണ് കുറേ ഡ്രൈവർമാർ അവിടെ. അപ്പോൾ ഈ വണ്ടി കണ്ടാൽ പ്രത്യേകം അറിയാനൊക്കെ വല്ലതും? അറിയില്ല. പലവട്ടം വിളിച്ച് കഴിയുമ്പോൾ ആ ഡ്രൈവർ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇയാൾ ബാറിലേക്ക് പോരില്ല എന്നും. പിന്നെ ഈ ഒരൊറ്റ കൂട്ടായ്മയുള്ള 25 പേരുടെ അങ്ങനെ 5 കൂട്ടായ്മകളുണ്ട്. 4 പള്ളികളിലും പിന്നെ ഒരു സ്ഥാപനത്തിൻ്റെ റൂമിലായിട്ട് 5 കൂട്ടായ്മകൾ തുടങ്ങിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഈ പള്ളിക്കുന്നിലെ കൂട്ടായ്മ തുടങ്ങി. അതിനുശേഷം മണ്ണമ്പട്ട തുടങ്ങി, മുപ്പിളിയത്ത് തുടങ്ങി, ഇഞ്ചക്കുണ്ടിൽ തുടങ്ങിയിട്ടുണ്ട്, ആമ്പല്ല് തുടങ്ങിയിട്ടുണ്ട്. 5 കൂട്ടായ്മകളായി. 5 കൂട്ടായ്മകളായി. 5 കൂട്ടായ്മയിലും കൂടെ ആകെ എത്ര പേര് കാണും? 5 കൂട്ടായ്മയിലും കൂടി ഏറെക്കുറെ 100 പേരുണ്ടായി. 100ഓളം പേരുണ്ടല്ലേ? 100ഓളം പേരുണ്ട്. പ്രാർത്ഥനാ ചൈതന്യവും പരസ്പര സഹകരണവും ഈ കൂട്ടായ്മയ്ക്ക് കരുത്തു നൽകുന്നു. തങ്ങളായിരിക്കുന്ന ശുശ്രൂഷാ മേഖലകളിൽ നിലനിൽക്കുവാനും പുതിയ അഭിഷേകം സ്വീകരിക്കുവാനും ഈ കൂട്ടായ്മകൾ ഇവർക്ക് കരുത്തേകുന്നു. ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം സാധാരണക്കാരുടെ വാഹനമായ ഈ ഓട്ടോറിക്ഷയിൽ സേവനം ചെയ്യുന്നതിനും അതിനോടൊപ്പം ഈ കൂട്ടായ്മയിൽ MS പ്രയർ ഗ്രൂപ്പിൽ ഒരു സംഘാടകനായിട്ട് വന്നു ചേരാനും ആദ്യം മുതൽ ഇടയായി. അതിനുശേഷം ഞങ്ങൾ അഗതി മന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്ന ശുശ്രൂഷയിൽ തൽപരരാകുകയും ചെയ്തു. മത്തായി സുവിശേഷം 25-ാം അധ്യായം എൻ്റെ എളിയവരിൽ ഒരുവന് 1 ഗ്ലാസ് വെള്ളം കൊടുത്തു എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ദിവ്യനാഥൻ്റെ വചനം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഓരോ മക്കളും അതിന് സംഘാടകരോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലും പേഴ്സണലായിട്ട് എൻ്റെ ജീവിതത്തിലും ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ വന്നെറിയാൻ ഇടയായി. എൻ്റെ പേര് ജോസ്. ഞാൻ പള്ളിക്കുന്നിലെ ഓട്ടോ ഡ്രൈവറാണ്.
എമ്മാവൂസ് പ്രയർ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. എമ്മാവൂസ് പ്രയർ ഗ്രൂപ്പിൽ ചേർന്നതിന് പിന്നെ വളരെയധികം ആത്മീയമായി വളരുവാനും വളരെ സംതൃപ്തിയും വളരെ മക്കളായി വളരെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും വളരെയധികം ഉന്നതങ്ങളിലേക്ക് വരുവാനുമുള്ള വലിയ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആയതിൻ്റെ ഫലമായി എനിക്ക് 44 പ്രാവശ്യം ബ്ലഡ് കൊടുക്കുവാനും മറ്റുള്ള മക്കളുടെ കണ്ണീരൊപ്പുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്? ഏതായാലും വ്യക്തിപരമായി യേശുവിനെ കണ്ടെത്തിയപ്പോൾ തൊട്ട് ദൈവത്തെ അറിഞ്ഞ എല്ലാ ഡ്രൈവർമാരും പിന്നെ ഇതിൽ ഡ്രൈവർമാരില്ലാത്ത വ്യക്തികളും വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ഓരോ അനാഥ മന്ദിരങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകും. ശനിയാഴ്ച രാത്രി ഭക്ഷണം ഉണ്ടാക്കും, ഞായറാഴ്ച ബാക്കി സാധനങ്ങൾ ചോറുന്നൊക്കെ വെച്ചിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കും. ഞങ്ങൾ അവരൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരും. ഇവരുടെ ഈ തൊഴിൽ മേഖലയെ വലിയൊരു ശുശ്രൂഷ മണ്ഡലമായി ഇവർ കണ്ടെത്തിയിരിക്കുന്നു. പരസ്പരം പങ്കുവച്ചും സഹായിച്ചും ഇവർ ഈ ശുശ്രൂഷകൾക്ക് താങ്ങാവുന്നു. പ്രദേശത്തെ അഗതി മന്ദിരങ്ങളിലേക്ക് ഭക്ഷണം നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ഇവർ നേതൃത്വം നൽകുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഈ ഭക്ഷണവുമായി ഇവർ യാത്രയാകുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളായ അനേകം പേർ ഈ വലിയ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. ഈ ഇടവകയിലെ അംഗമായ ശ്രീ ഷാജു പുളിക്കനും അദ്ദേഹത്തിൻ്റെ ധാരാളം സുഹൃത്തുക്കളും പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങളുമായ ഏകദേശം 10-20ഓളം പേർ ചേർന്ന് വലിയ ഒരു മാതൃകാപരമായ ശുശ്രൂഷ നിർവഹിക്കുന്നത് കാണാനും അനുഭവിക്കാനും ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആ കൂട്ടായ്മയിലൂടെ ഒരു വലിയ പ്രാർത്ഥനാ ചൈതന്യവും ജാഗരണ പ്രാർത്ഥനകളും ഒപ്പം ജീവകാരുണ്യ സ്ഥാപനങ്ങളോടുള്ള ആഭിമുഖ്യവും യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ കാഴ്ചപ്പാടിനെയാണ് തുറന്നു കാണിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ മുറിക്കപ്പെട്ട ചിന്തപ്പെട്ട തമ്പുരാൻ ഇന്ന് ഈ ശുശ്രൂഷകരിലൂടെ അനേകം ഹൃദയങ്ങളിലേക്ക് മുറിയപ്പെടുകയും പങ്കുവെക്കപ്പെടുകയും അപ്രകാരം കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാ പിന്തുണയും നൽകാൻ വലിയ സന്തോഷമുണ്ടെന്ന് അറിയിക്കുന്നു. താങ്ക് യു. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് 10,000 വചനോത്സവം മാസിക വാങ്ങിച്ച് വിദേശങ്ങളിലേക്കും നാട്ടിലും ദുബായിലൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ദുബായിൽ എങ്ങനെ വിതരണം ചെയ്ത്? ദുബായിലേക്ക് നല്ല വ്യക്തികൾ ഇവിടുന്ന് കൊണ്ടുപോകും. എന്നെ അറിയുന്ന കുറേ സുഹൃത്തുക്കൾ ദുബായിലുണ്ട്. അതിന് സാമ്പത്തികമായി സഹായിക്കുന്നവരും ദുബായിലുണ്ട്. അപ്പോൾ അവർ മുഖേന നാട്ടിലേക്ക് വരുന്ന വ്യക്തികളോട് പറയും എന്നെ കാണാൻ വേണ്ടി. ഇന്ന് വരെ 10 വർഷമായിട്ട് ദുബായിൽ സെൻറ് മേരീസ് ചർച്ചിൽ മുടങ്ങാതെ വചനോത്സവ മാസിക എത്തിക്കുന്നുണ്ട്. പോസ്റ്റലല്ല, ഓരോരുത്തരും കൈവശം കൊടുത്തുവിടും. അതിപ്പോൾ ഷാർജ പള്ളിയിലും ജബലാലി പള്ളിയിലും ഇപ്പോൾ അലയും പള്ളിയും തുടങ്ങിയിട്ടുണ്ട്. വചനോത്സവം ഒരു പള്ളിയിൽ 100 മാസിക വെച്ചൊരു വിധം എത്തിക്കുന്നതിനോട് അവിടെ ഫ്രീ ആയിട്ടാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത്രയും കാലം അവിടെ പള്ളിയിൽ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ പള്ളിയിൽ ബുക്ക് സ്റ്റാളിൽ വയ്ക്കുകയാണ്. എന്നിട്ട് 2 ദ്രംസിന് കൊടുക്കുന്നതാണ് പറയുന്നത്. സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഹോദരന്മാരുടെ കൂട്ടായ്മയാണ് എമ്മാവൂസ് പ്രയർ ടീം. എമ്മാവൂസ് അനുഭവം ക്രിസ്തു ശിഷ്യന്മാർക്ക് വിശുദ്ധ കുർബാനയുടെ ആഴങ്ങൾ നൽകിയതുപോലെ തന്നെ അനുദിനവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർ ആ സ്നേഹം ജനങ്ങൾക്ക് വെച്ചു വിളമ്പാനായിട്ട് ഇഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ലോകത്തിന് വിനാശം വിതയ്ക്കുന്ന മദ്യം വെച്ചു വിളമ്പുന്നിടങ്ങളിലേക്ക് ഇവർ ഒരിക്കലും ഓട്ടം പോകുന്നില്ല. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 7:30 ഒന്നിച്ചു കൂടുന്ന ഈ സഹോദരന്മാർ പ്രാർത്ഥനയിൽ മാത്രമല്ല തങ്ങളാൽ പറ്റുന്ന വിധം അശരണർക്കും ആലംബഹീനർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും മറ്റ് സഹായങ്ങൾ ചെയ്തതിനും മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ സഭയോടും സഭാ നേതൃത്വത്തോടും ഇടവതലത്തിൽ തങ്ങളാൽ പറ്റുന്ന വിധം സഹായം ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഈ ദൈവമക്കൾ എന്നും മുന്നേറുന്നു. പല ആൾക്കാരും സഹായിച്ച് ഞങ്ങൾ അങ്ങനെ ഈ ആശ്രമത്തിൽ പലയിടത്തും പല ആശ്രമങ്ങളിലും ചോറ് കൊണ്ടു കൊടുക്കാനും പാവപ്പെട്ടവർക്ക് ബൈബിൾ വാങ്ങി കൊടുക്കാനും വചനോത്സവം സപ്ലൈ ചെയ്യാനും ഞങ്ങൾ തുടങ്ങി. ഇപ്പോൾ ഈ കടയുടെ മുകളിൽ ഒരു റൂം പണിത് ഞങ്ങൾ അവിടെ സമ്പൂർണ്ണ ബൈബിള് വചനോത്സവം എന്ന സാധനങ്ങൾ വാങ്ങി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിൽ ഞങ്ങൾക്ക് തരുന്ന കാശുണ്ട്. രോഗികൾക്ക് ചികിത്സയും കാശ്, കല്യാണം വിവാഹം കഴിക്കാൻ കാശില്ലാത്തവർക്ക് കാശ്, അങ്ങനെ പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നത്. ഞാൻ എമോസ് പ്രയർ ഗ്രൂപ്പിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വെറും 4 വ്യക്തികൾ കൂടി ആരംഭിച്ച ഈ പ്രാർത്ഥന ഇന്ന് 40ഓളം വ്യക്തികളായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സജീവമായ സാന്നിധ്യം പ്രവർത്തിക്കൊണ്ടുവരുന്ന വ്യക്തികളാണ് ഇവരെല്ലാവരും. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന്, ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കേട്ടറിഞ്ഞ് മറ്റുള്ള ഇടവകയിൽ നിന്നും ഏതാനും നല്ല മക്കൾ വന്ന് ഞങ്ങളോടൊപ്പം ചേരുകയും ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഇടവകയിൽ പോയിട്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇന്ന് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ 25-30ഓളം ആളുകളാവുകയും ചെയ്തു. ഒന്ന് മുപ്പിളിയം ഇടവകയിൽ ഇന്നൊരു 10-25 പേരോളം വ്യക്തികൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണമ്പേട്ട ഇടവകയിലും ഇതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ആരംഭം കുറിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയും ഒരു 10-25 പേരോളമുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആമ്പല്ലൂർ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് വേറെ ആരംഭിച്ചു. അവിടെയും ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് സജീവമായിട്ട് സാന്നിധ്യം പുലർത്തിക്കൊണ്ടുവരികയാണ്. എല്ലാ ആഴ്ചകളിലും 1-1.5 മണിക്കൂർ നേരം ഈ സ്ഥലങ്ങളിലെല്ലാം സജീവമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മക്കളെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം ഞങ്ങളെ കൂട്ടായ്മയുടെ ഓരോ കൊച്ചു ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഈശോയെ അറിയാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ വേറെ? പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ ഓരോ ധ്യാനങ്ങൾ ഞങ്ങളുടെ ഫൊറോന അടിസ്ഥാനം നടത്തും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ധ്യാനത്തിലെ ആൾക്കാരെ പങ്കെടുപ്പിക്കും. ഇതിലുള്ള ആൾക്കാരും കുറെ ആൾക്കാർ രൂപതയുടെ അംഗീകാരത്തോടെ നടക്കുന്ന ആൾക്കാരുണ്ട് കുറെ. അപ്പോൾ രൂപത നടന്ന ഓരോ ധ്യാനങ്ങൾക്ക് പോയി പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനൊക്കെ പ്രവർത്തിക്കും. പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഈ ഇടവകളിലൊക്കെ കൂട്ടായ്മയുണ്ട്. അതിന് ക്ലാസ് എടുക്കാനും പല ബ്രദർമാരെ വിളിച്ച് ക്ലാസ് എടുക്കും. പിന്നെ ഞങ്ങൾ തന്നെ പലരും വചനം പങ്കുവയ്ക്കാൻ കുറേശ്ശെ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ വളരാനായിട്ട് നിങ്ങൾക്ക് സഹായകമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നിങ്ങൾ സ്വയം വളർന്ന് വചനം പങ്കുവയ്ക്കത്തക്ക ഇതിൽ എല്ലാ വ്യക്തികളും തന്നെ ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ പല ഇടവക കൂട്ടായ്മകളിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഭൂരിഭാഗം ആളുകളും. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അത് ഇടവക പ്രാർത്ഥന ഈ കൂട്ടായ്മ പോരാതെ അവരവരുടെ ഇടവക ഗ്രൂപ്പിലും പോയി പ്രാർത്ഥിക്കുന്നവരാണ് ഏറെക്കുറെ ആളുകളും. അപ്പം അന്നേ ദിവസം അവർ വണ്ടികളൊക്കെ ഓടിക്കാതെ വണ്ടി കയറ്റിയിട്ട് പ്രാർത്ഥനയ്ക്ക് പോകും, പ്രാർത്ഥിക്കും. ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രയർ നടക്കുമ്പോൾ അവർ 7 മണി തൊട്ട് 9 വരെ വണ്ടി ഓടിക്കില്ല. വണ്ടി കയറ്റിട്ട് പള്ളിമുറ്റത്ത് എല്ലാ വണ്ടിയും കൊണ്ടിടും. എന്നിട്ട് അതൊരു സാക്ഷ്യമായിരിക്കും. അതൊരു സാക്ഷിയാണ്. ചില ദിവസങ്ങളിലൊക്കെ വണ്ടി അന്വേഷിച്ച് വന്ന ആളുകൾക്ക് അവിടെ പേട്ടയിൽ കിട്ടില്ല. കാരണം എല്ലാ വണ്ടികളും പള്ളിമുറ്റത്തുണ്ടായിരിക്കും. പല വ്യക്തികളും വണ്ടി അന്വേഷിച്ച് പള്ളിമുറ്റത്ത് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് ഡ്രൈവർമാരെ പ്രാർത്ഥന ദിവസമാണെന്നും അത് കണ്ട് പല ആൾക്കാരും പള്ളിയിൽ വന്നിട്ട് വണ്ടി വിളിച്ചു കൊണ്ടുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചില അത്യാവശ്യ കേസ് വരുമ്പോൾ എഴുന്നേറ്റ് പോയിട്ട് ഉണ്ടാക്കും അവരെയൊക്കെ. അപ്പം ഇദ്ദേഹം തന്നെ വണ്ടി ഓടിച്ചിരുന്ന കാലത്ത് ആരെങ്കിലും ഒരു മദ്യപാന വണ്ടി കയറി, ഇദ്ദേഹം അറിഞ്ഞില്ല, ബാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് പറയുന്നത് നിങ്ങൾ ബാറിലേക്കാണ് വണ്ടി പോകേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബാറിലേക്ക് എന്ന് പറഞ്ഞിട്ടല്ല, അവർ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ എത്തുമ്പോഴാകും പറയാ ബാറിലേക്ക് പോട്ടേന്ന്. അപ്പം ചില സാഹചര്യങ്ങൾ ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ട് പോരാറുണ്ട്. അവരെ കുടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കിടക്കാറില്ല. എതിർത്തിട്ടുണ്ട് അങ്ങനെ മുന്നെതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് വാഹനമാണ്. അപ്പോൾ അതിൽ പലരും കയറും. ബാറിലേക്ക് പോലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളറിയുന്ന ആൾക്കാരുള്ളത് കൊണ്ടും നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവർത്തി അറിഞ്ഞുകൊണ്ട് നല്ല നാട്ടുകാരായ പല വ്യക്തികളും അതിന് പിന്മാറി പോയിട്ടുണ്ട്. അവിടെ ഞങ്ങളുടെ എതിർക്കാണ്ട് അല്ലെങ്കിൽ ഗുസ്തി പിടിക്കാൻ നിൽക്കാതെ പലരും പിന്മാറി പോയിട്ടുണ്ട്. അവർ പറ്റാത്ത മറ്റ് ആളുകൾ വണ്ടി ഓടിക്കുന്നത് ബാറിലേക്ക് പോകുന്നുണ്ട്. അവരെ വണ്ടി കളിച്ച് അവർ പോകും. കുടുംബ പ്രാർത്ഥനയുടെ ചൈതന്യവും സ്നേഹവും ഈ ശുശ്രൂഷകന് കരുത്തു നൽകുന്നു. സുവിശേഷത്തിന്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിലേക്ക് ധീരതയോടെ ഇദ്ദേഹം സഞ്ചരിക്കുന്നു. രൂപതയിലെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വലിയ ബന്ധമുണ്ടോ? ഇതിൽ കുറച്ച് ആളുകൾ, അധികം ആളുകളും രൂപത നവീകരണ പ്രസ്ഥാനമായിട്ട് അടുപ്പുള്ള ആളുകളാണ്. ഞാൻ തന്നെ അതിരൂപതയുടെ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയിൽ 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയിൽ പോകുന്നുണ്ട്. ഫൊറോനയുടെ കരിസ്മാറ്റിൻ്റെ കോർഡിനേറ്ററാണ്. ഇടവകയിലെ പ്രാഥമിക ലീഡറാണ്. അങ്ങനെ ഇതിലുള്ള പലരും അങ്ങനെ കുറച്ച് അധികം വ്യക്തികളും കൗൺസിലേഴ്സും പ്രീച്ചേഴ്സായിട്ടുണ്ട്. ഈ കൂട്ടായ്മ എല്ലാത്തിലും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മാത്രം ഇങ്ങനെ വിളിച്ചു കൂട്ടുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഇനിഷ്യേറ്റീവാണല്ലോ.
ആ ഇനിഷ്യേറ്റീവില് ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ വിളിക്കാൻ പോകുമ്പോഴോ വിളിച്ചിട്ട് വരാനൊക്കെ ഉള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പങ്കുവയ്ക്കും. ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിനെ സാധാരണ രീതിയിൽ പകല് ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം കുറയും. ഒരു 5 മണിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഓട്ടം കിട്ടുക. ആ സമയത്ത് ഒരു 7 മണി തൊട്ട് 8-8:30 വരെ 9 മണിവരെയൊക്കെ നല്ല ഓട്ടം ബാറിലേക്ക് ആയാലും അല്ലാതെ ഉണ്ടാവും. അത് ഉപേക്ഷിച്ച് വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടപെടൽ അവരുണ്ടായാലേ അവരത് ഉപേക്ഷിച്ച് വരുള്ളൂ. അങ്ങനെ വന്ന പല ഡ്രൈവർമാർക്കും പകല് ഓട്ടം നല്ലോണം കിട്ടുന്നത് കണ്ടിട്ട് പല വ്യക്തികളും ആ ഓട്ടം വൈകിട്ടത് ഉപേക്ഷിച്ച് കൂട്ടായ്മയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ച അനുഭവമുണ്ട്. ആദ്യകാലത്തൊക്കെ അതിന് വരാൻ വിമുക്തം കാണിച്ചവര് മറ്റവരുടെ ജീവിത സാക്ഷ്യം കണ്ടപ്പോൾ അവരൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ വിലകെട്ട വാക്കുകൾ പറയരുത്. അപ്പോൾ പല ഡ്രൈവർമാരും ചില വിലകെട്ട വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇവരിലൊക്കെ അത് മാറ്റം കാണുമ്പോൾ പല മക്കൾക്കും അങ്ങനെ വന്ന് പ്രാർത്ഥിക്കാനും ഈ കൂട്ടായ്മ ചേർന്ന് നിൽക്കാനും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വരാൻ സഹായിക്കാനും അത് കൊണ്ടുപോയി വിളമ്പാനും അതിനുവേണ്ടി അവരെ വണ്ടി വിട്ടുതരാനും അതിനുവേണ്ടി അവരെ അധ്വാനം തരാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പണം മുടക്കാനൊക്കെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യർക്ക് അവർ ഒരുമിച്ച് കൂടുന്നിടത്ത് ചെല്ലാൻ തന്നെ പേടിയാ. കാരണം അവരുടെ വാക്കുകളും അവരുടെ രീതികളും ഒക്കെ വേറെ ആണെന്നാണ് പറച്ചില്ല. എനിക്കറിയില്ല എന്ത് പറയുന്ന അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അതിനുണ്ടാവാറുണ്ട്. അതിന് പകരം ഞാൻ വണ്ടി ഓടിച്ചിരുന്ന കാലത്തൊക്കെ പല ഡ്രൈവർമാരും ചിലപ്പോൾ ഒരു രീതിക്ക് എന്തെങ്കിലും വഴക്ക് പിടിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ആരും വഴക്ക് കൂടിയിട്ടില്ല. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച കാലത്ത് 1 രൂപ കുറച്ചൊന്നും ഞാൻ ഒന്നും മിണ്ടാറില്ല. പക്ഷെ അപ്പുറത്ത് നല്ല വ്യക്തികൾ പൈസ കൂടുതൽ വന്നിട്ട് പോകാറുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലടത്ത് നമ്മൾ വിട്ടുവീഴ്ച ചിലപ്പോൾ വയസ്സായ അമ്മച്ചിമാരെ കയറുമ്പോൾ 1-2 രൂപ കുറച്ച് തന്നാലും നമ്മൾ ബലം പിടിക്കാതിരിക്കുമ്പോൾ നല്ല വിവേകവും പക്വതയുള്ള ആളുകൾ ചിലപ്പോൾ പൈസ എന്നിട്ട് തിരിച്ച് ബാക്കി മേടിക്കാണ്ട് പോയ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കൂട്ടായ്മയിൽ അങ്ങനെ പലർക്കും നല്ല അനുഭവങ്ങളുണ്ട്. വണ്ടിക്ക് നല്ലോണം ഓട്ടം കിട്ടുന്നു, അല്ലെങ്കിൽ വണ്ടിക്ക് അധികം പണി വരുന്നില്ല, കേടുപാട് സംഭവിക്കുന്നില്ല, വീട്ടിൽ കുട്ടികൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഏതെങ്കിലും വ്യക്തമായും പറയാവുന്ന കുടുംബങ്ങളുണ്ടോ ഇതിൽ വന്ന ശേഷം ഭയങ്കരമായ മാറ്റം വന്ന സാക്ഷ്യമുള്ള ആളുകളുണ്ട്? അങ്ങനെ നന്നായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച് വീട്ടിൽ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കിയിരുന്ന പല മക്കളും അത് ഉപേക്ഷിച്ച് കുടുംബത്തിൽ നല്ല സന്തോഷമായിട്ടും സാമ്പത്തികമായിട്ട് അവിടെ പലരും പറയും 10,000 രൂപ പതിപ്പിനെടുത്ത് ഡെയിലി അടയ്ക്കുന്ന ആൾക്കാരായിരുന്നു പലിശക്ക് എടുത്തിട്ട്. ഇപ്പൊ പല വ്യക്തികളും പറഞ്ഞാൽ ഞങ്ങൾ പലിശക്ക് എടുക്കണേയില്ല, ഞങ്ങൾക്ക് ഓടി കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വശം തന്നെ അവർ മദ്യപിച്ചിരുന്നു. അപ്പോൾ അതിനതിക്ക് വലിയൊരു പൈസ പോയിരുന്നു. അപ്പം മദ്യം ഉപേക്ഷിച്ചപ്പോൾ തന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നോട് പല വ്യക്തികളും പറയാറുണ്ട്. പൈസ പതിപ്പിനെടുക്കാതെ വേണ്ടി ടെസ്റ്റ് നടത്തി വണ്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട് കുർബാന കഴിഞ്ഞ് പേട്ടലിട്ട് ഓടിച്ച് വൈകിട്ട് 7 മണിക്ക് പ്രാർത്ഥനയും കഴിഞ്ഞ് അവർ തിരിച്ച് 9 മണിക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നല്ല അന്തരീക്ഷം, കുട്ടികൾക്ക് പഠനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 100ഓളം ഭവനങ്ങളെ വ്യക്തമായും ദൈവോന്മുഖരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലൂടെ തന്നെ. അപ്പം നിങ്ങളുടെ ഈ ശുശ്രൂഷ വഴി വ്യക്തികൾ മാത്രമല്ല മാറുന്നത്, കുടുംബങ്ങളും മാറാനിടയായി. മാത്രമല്ല അവരെ ഇടപെട്ടിരുന്ന കമ്മ്യൂണിറ്റി സമൂഹം മാറി. ഇടവകളിലെ ചിലർക്കൊക്കെ പ്രാർത്ഥനാ കൂപ്പുണ്ടെന്ന് പറഞ്ഞു അല്ലേ? രൂപതയിൽ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇത്രയും നല്ല പങ്കാളിത്തം കൊടുക്കാൻ ഓട്ടോറിക്ഷക്കാർക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു ഇനിഷ്യേറ്റീവും ഒരാൾ തനിയെ തീരുമാനിച്ചാൽ ഉണ്ടാകുന്നതല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടലാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൃപ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചമായിട്ടും ജീവിത സാക്ഷ്യമായിട്ടൊക്കെ വരും. വന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇദ്ദേഹത്തിലേക്ക് കർത്താവ് തന്ന ആ വെളിച്ചം ഇപ്പോൾ ആ പ്രദേശത്ത് 5 കൂട്ടായ്മകൾ തുടങ്ങാനും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് മാർപ്പാപ്പ എടുത്ത് പറയുന്നൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ അവിടെയൊക്കെ ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാൻ കർത്താവ് ഇദ്ദേഹത്തെ ഉപകരണമാക്കിയതിന് ഷാലൻ ടിവിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോട് ഇത്ര സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി. മദ്യമെന്ന സാമൂഹിക വിപത്തിനെതിരെ തങ്ങളാലാവും വിധം ഇവർ പോരാടുന്നു. സുവിശേഷത്തിന്റെ അഗ്നി ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവർ നമ്മുടെ നാഥന് സാക്ഷ്യം വഹിക്കുന്നു. അനേകം അശുദ്ധികൾ നിറയുന്ന തെരുവോരങ്ങളിൽ വിശുദ്ധിയുടെ സുഗന്ധം പകർന്നുകൊണ്ട് ഇവർ സഞ്ചരിക്കുന്നു. തികഞ്ഞ പ്രാർത്ഥനയിൽ ഉറപ്പിച്ച അടിത്തറയിന്മേൽ ഈ ആത്മാക്കളെ സ്വന്തമാക്കുന്ന ശുശ്രൂഷകൾക്കായി ഇവർ മുന്നേറുന്നു. ഇവർ ആയിരിക്കുന്ന ഈ ഇത്തിരിയിടങ്ങൾ വലിയ സുവിശേഷ വയലേലയായി ഇവർ മാറ്റുന്നു. ഹല്ലേലൂയ. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ
യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു സാക്ഷി